ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്ന ട്രഡീഷണൽ സ്റ്റൈലിലുള്ള റവ ലഡു ആണ്. സാധാരണ നമ്മൾ 10 മിനിറ്റിലും 5 മിനിറ്റിലൊക്കെ റവ ലഡു ഇൻസ്റ്റൻ്റായിട്ട് പാലൊക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു റെസിപ്പി അങ്ങനെ ചെയ്യുന്നതല്ല, അത്യാവശ്യം സമയമെടുത്ത് ചെയ്യേണ്ട റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കുന്നതിനേക്കാളും 10 മടങ്ങ് രുചിയുള്ളതാണെന്ന് തന്നെ പറയാം. എപ്പോഴും ട്രഡീഷണൽ റെസിപ്പി നല്ല ടേസ്റ്റി തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആരെങ്കിലും ഈ ചാനലിൽ നിന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിനകത്തോട്ടേക്ക് 1 കപ്പ് റവയാണ് ചേർക്കുന്നത്. മെഷർമെൻറ്റ് കപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ 240 ml കപ്പിന് 1 കപ്പ് അളന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഏത് കപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. 1 കപ്പ് റവ എടുക്കുന്ന സമയത്ത് അതിൻ്റെ പകുതി അളവിൽ വേണം നമ്മൾ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 കപ്പ് റവ ചേർത്തപ്പോൾ 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്തതിന് ശേഷം ഇനിയാണ് ഇതിലെ പ്രധാന ടിപ്പ് അല്ലെങ്കിൽ പ്രധാന സീക്രട്ട് ടിപ്പ് എന്ന് പറയുന്നത്. ഈ തേങ്ങയും റവയും കൂടി നല്ലതുപോലെ അങ്ങ് കുഴച്ചെടുക്കണം. അത്യാവശ്യം ഒരു 5 മിനിറ്റെങ്കിലും നല്ലതുപോലെ തിരുമ്മിയെടുക്കണം എന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങ് കുഴച്ചെടുത്തതിന് ശേഷം അപ്പം തന്നെ നമ്മൾ ഒരിക്കലും ഉണ്ടാക്കിയെടുക്കരുത്. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ അരമണിക്കൂർ തുടങ്ങി 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് കറക്റ്റായി ചെയ്തെടുക്കാൻ കഴിയുക. ഞാനിപ്പോൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമുള്ളതാണ് കേട്ടോ. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് ഞാൻ ഇതിനകത്തോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ അളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ്. കൂടെ തന്നെ ഞാൻ കുറച്ച് കശുവണ്ടി പരിപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉണക്കമുന്തിരിയും കശുവണ്ടി പരിപ്പും നെയ്യിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് നെയ്യിൽ നിന്ന് എടുത്ത് വേറൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അതിനുശേഷം അതേ പാത്രത്തിനകത്തോട്ടേക്ക് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/4 കപ്പ് നെയ്യ് നമുക്ക് വേണം റവ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുക. അപ്പോൾ അതിനുശേഷം ഇതിലോട്ടേക്ക് നമ്മുടെ തേങ്ങയും റവയും കൂടിയുള്ള മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ വറുത്ത റവയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തത് വറുത്ത റവയാണ്, അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങൾ വറുക്കാത്ത റവയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 15 മിനിറ്റ് തുടങ്ങി 20 മിനിറ്റ് വരെയെങ്കിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ റവ ലഡുവിന് ട്രഡീഷണലായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന കാര്യം. അപ്പോൾ ഈ സ്റ്റെപ്പൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇതിൻ്റെ കളറും അത്യാവശ്യം നന്നായിട്ട് തന്നെ മാറി വരണം. ഒരിക്കലും ബ്രൗൺ കളർ അടിച്ചു പോകരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ തവി വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതിൻ്റെ കളർ ഷെയ്ഡ് കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് ഈ ഒരു ഷെയ്ഡിലോട്ടേക്ക് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനി ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം പഞ്ചസാര പാനി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്വീറ്റ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇത്രയും മധുരം വേണ്ടാന്നാണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ഉപയോഗിച്ചാൽ മതി. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 100 ml വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം എപ്പോഴും കുറവ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഓരോ സ്വീറ്റ് ചെയ്തെടുക്കുമ്പോഴും പഞ്ചസാര പാനി തയ്യാറാക്കി എടുക്കുന്നത് ഓരോ രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് ഒറ്റനൂൽ പാകത്തിൽ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാരയും വെള്ളവും നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം ജസ്റ്റ് കയ്യിൽ വെച്ച് ഒന്ന് തൊട്ട് നോക്കുക. കയ്യിലൊന്ന് ഒട്ടിപ്പിടിച്ച് ഒറ്റനൂൽ പാകത്തിൽ ഒന്ന് വലിഞ്ഞു വരുന്ന രീതിയിൽ വേണം നമ്മളെപ്പോഴും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റായി ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സാധാരണ പാലൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഒത്തിരി നാളങ്ങ് സൂക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ ഇതുപോലെ ഈ ട്രഡീഷണൽ വെർഷനിലൊക്കെ ചെയ്യുന്ന റെസിപ്പിയിൽ നിങ്ങൾക്ക് റവ ലഡു പുറത്ത് തന്നെ ഒത്തിരി നാൾ സൂക്ഷിക്കാം. അപ്പോൾ അതുപോലെ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാക്കി സൂക്ഷിക്കണം എന്നാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ കൂടുതൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഈ റവയുടെ മിക്സ് പഞ്ചസാരപ്പാനി നല്ല പാകമായി വരുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം കുറച്ചൊരു ലൂസായിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. അതിനകത്തോട്ടേക്ക് വേണം നമ്മൾ ഈ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉണക്കമുന്തിരിയും കശുവണ്ടി പരിപ്പും ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ഫ്ലേവറിന് ചേർക്കാം. ഒരു 2 പിഞ്ച് ഉപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ, ഒത്തിരി ചൂടാറാൻ വെക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കുക. നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ കഴിയുന്ന പാകത്തിനാകുമ്പോൾ ആ ഒരു ചൂട് കണക്കാവുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഒത്തിരി ഡ്രൈ ആയിട്ട് റെഡിയാക്കി എടുക്കാൻ നിന്നാൽ നമുക്ക് നല്ലതുപോലെ റോൾ ചെയ്യാൻ കഴിയില്ല. ഇതിപ്പോൾ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. ആ ഒരു ചൂടോട് കൂടി തന്നെയാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് സമയം കൂടുന്തോറും കുറച്ചുകൂടി അങ്ങ് ഹാർഡായി വരുവാണ് ചെയ്യുക. ഇത് കഴിക്കാൻ ശരിക്കും നമ്മൾ അപ്പം തന്നെ ഒരിക്കലും റവ ലഡു കഴിക്കരുത് കേട്ടോ. ഇതിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് കിട്ടണം എന്നാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളെപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട്.
അത്രയധികം ടേസ്റ്റിയാണ്. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റേ അല്ല ഇതിന് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ റവയും തേങ്ങയും കൂടിയൊക്കെ മിക്സ് അതുപോലെയൊക്കെ ചെയ്ത് ഒന്ന് റെഡിയാക്കി നോക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അത്രയും നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.